ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസ് അന്വേഷണം. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിജിലൻസിന് ത്വരിതാന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. പ്രത്യേകം അന്വേഷണം നടത്തണമെന്ന് SITക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സ്വർണ്ണപ്പാളികൾ വീണ്ടും പരിശോധിക്കാൻ ഹൈക്കോടതി SITക്ക് അനുമതി നൽകി. സ്വർണത്തിന്റെ കാലപ്പഴക്കത്തിൽ വ്യക്തത വരുത്താൻ മുംബൈ ഭവ അറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധിക്കും. ഹരിമോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഹരി, പുനഃപ്രതിഷ്ഠയിലാണിപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലേക്ക്, ഒരു ത്വരിത അന്വേഷണത്തിലേക്കാണ് കടക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ശ്രുതി, ഒരു ത്വരിത അന്വേഷണം നടക്കും. അതായത് സംസ്ഥാന വിജിലൻസ്, ദേവസ്വം വിജിലൻസ് അല്ല, സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആണ് ഇനിയിപ്പോൾ ഇതിൽ അന്വേഷണം നടത്തുക. ആ ത്വരിത അന്വേഷണം എന്ന് പറയുന്നത് കേസെടുക്കാതെയുള്ള അന്വേഷണമാണ്. അതായത് ഒരു 3 മാസ കാലയളവാണ്, അല്ലെങ്കിൽ 3 മാസത്തെ കാലാവധിയാണ് അതിനുണ്ടാവുക. ആ ത്വരിതാന്വേഷണത്തിന് ഒടുവിൽ സമർപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കണ്ടെത്തുന്ന നിഗമനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതിൽ കേസെടുത്ത് അന്വേഷിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം വിജിലൻസ് അതിലൊരു ത്വരിതാന്വേഷണം ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ആ അന്വേഷണത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും, അല്ലെങ്കിൽ ചോദ്യം ചെയ്യും. അന്നുണ്ടായിരുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരെ കണ്ടെത്തി അവരെ ചോദ്യം ചെയ്യും. അങ്ങനെ ഈ സാധാരണ കേസ് അന്വേഷിക്കുന്ന എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ത്വരിതാന്വേഷണം പൂർത്തിയാക്കാനാണ് ഇതിൽ വിജിലൻസ് ശ്രമിക്കുക. അതിൽ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനും ശ്രമിക്കും. 2017 നടന്ന ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസും SITയും സമാന്തരമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ദേവസ്വം വിജിലൻസ് അതിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് ത്വരിതാന്വേഷണം നടത്താൻ പാകത്തിനുള്ള ചില ദുരൂഹതകൾ, ചില സംശയാസ്പദമായിട്ടുള്ള ഇടപാടുകൾ അതിനകത്ത് കണ്ടിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള പണപ്പിരിവ്, ആ പണപ്പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ, അതായത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഈ പണപ്പിരിവിൽ പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ വരെ ഈ പണപ്പിരിവിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പണമിടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ കൃത്യമായ കണക്കുകളുണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ കൊടിമരം പുനഃപ്രതിഷ്ഠിക്കാനുള്ള തീരുമാനത്തിലേക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതി എത്തിയത് എന്നുള്ളതാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്ന് ദേവപ്രശ്ന വിധിയാണ്. അതായത് ഈ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് കാരണമായത് ദേവപ്രശ്നമാണ്. ആ ദേവപ്രശ്നത്തിൽ കണ്ടത് ഇങ്ങനെയാണ്. അതായത് അന്നത്തെ കൊടിമരം, അതായത് പഴയ കൊടിമരം, ആ കൊടിമരത്തിൽ അനർഹമായ രീതിയിൽ, അനധികൃതമായ രീതിയിൽ ചില ലേപനങ്ങൾ അല്ലെങ്കിൽ പെയിന്റുകളൊക്കെ തന്നെ പൂശിയിട്ടുണ്ട്. അത് അനധികൃതമായിട്ടാണ്. അത് ഒരു തരത്തിൽ ആ കൊടിമരത്തെ വികലമാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് പുനഃപ്രതിഷ്ഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് ദേവപ്രശ്നത്തിൽ ഒരു വിധിയായിട്ട് വന്നു. അത് ദേവസ്വം ബോർഡ് ഭരണസമിതി അത് മുഖവിലക്കെടുത്തുകൊണ്ട് അത് പുനഃപ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷേ ആ ദേവപ്രശ്ന വിധിക്ക് കാരണമായത് ഈ കൊടിമരത്തിൽ അനധികൃതമായിട്ട് പൂശിയിട്ടുള്ള പെയിന്റ് ഒക്കെയാണ്. അങ്ങനെ കൊടിമരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ട് പെയിന്റ് പൂശാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് അനുമതി കൊടുത്തത്, അല്ലെങ്കിൽ ആരാണ് നിർദ്ദേശം നൽകിയത്? അപ്പോൾ മനഃപൂർവ്വം കൊടിമരം പുനഃപ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൊടിമരം മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടോ ആരൊക്കെയോ ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണ് ഇതെന്നതൊക്കെയുള്ള സംശയങ്ങൾ ദേവസ്വം വിജിലൻസിലുണ്ട്. അത് നേരത്തെ തന്നെ ഈ അന്വേഷണത്തിന് ഒരു ഘട്ടത്തിൽ അത് ബോധ്യപ്പെട്ടതുമാണ്. അപ്പോൾ അതിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വിജിലൻസിന് നടത്താൻ കഴിയും എന്നുള്ളതാണ് ഹൈക്കോടതി കരുതുന്നത്. അതായത് വിജിലൻസ് ഇതിൽ വിജിലൻസിന് അന്വേഷിക്കേണ്ടി വരുമ്പോൾ അതിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ഭാവിയിൽ ചേർക്കപ്പെട്ടേക്കാം. കാരണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട്, ദേവസ്വം ബോർഡ് ഭരണസമിതിയുണ്ട്, തന്ത്രി അടക്കമുള്ള ആളുകളുണ്ട്. ഇവരെല്ലാവരും തന്നെ സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ഇതിൽ പണം വാങ്ങുന്ന ആളുകളാണ്, ശമ്പളം പറ്റുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ വരെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഹൈക്കോടതി ഇതിൽ വിജിലൻസിനെ കൃത്യമായി ചുമതലപ്പെടുത്തിയത്. അതേ സമയം തന്നെ സമാന്തരമായി SIT ഒരു പ്രത്യേക അന്വേഷണം ഇതിന്മേൽ നടത്തുന്നുണ്ട്. ജനുവരി 19 ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഇതിന്മേലുള്ള ചില സംശയങ്ങൾ SIT സൂചിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. SITയുടെ ഭാഗത്ത് SITയിൽ നിന്ന് ഒരു അന്വേഷണം ഒരു ഭാഗത്ത് കൂടി പോകുന്നുണ്ട്. പക്ഷേ ഈ 2 കേസുകൾ, അതായത് ദ്വാരപാലക പാളികളിൽ നിന്ന് സ്വർണ്ണം കവർന്ന കേസും കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണ്ണം കവർന്ന കേസും, അത് അവസാന ഘട്ടത്തിലാണ്. അതിന്റെ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ ഇടയ്ക്ക് കൂടി ഈ 2017 കൊടിമര പുനഃപ്രതിഷ്ഠയും കൂടി അന്വേഷിക്കാനുള്ള ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് വിജിലൻസിനെ അത് ഏൽപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അടിയന്തരമായി തന്നെ അത് അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസ് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസ് അന്വേഷണം എന്ന് പറയുമ്പോൾ അത് UDF ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം നീളുന്നു എന്നുള്ളതാണ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊടിമര നിർമ്മാണത്തിലെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. കൊടിമരം നിർമ്മാണത്തിൽ ആരുടെയും സ്വർണം സംഭാവനയായി വാങ്ങിയിട്ടില്ല.
3,20,00,000 രൂപ ഫിനിക്സ് ഗ്രൂപ്പാണ് തന്നത്. അതുപയോഗിച്ചാണ് സ്വർണം പൂശിയതെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും അജയ് തറയിൽ പറഞ്ഞു. അല്ല, ഇത് ഞാൻ ഇതിന്റെ സ്വാഗതം ചെയ്യുകയാണ്. അവരന്വേഷിക്കട്ടെ, എന്തെങ്കിലും പൊട്ടും പൊടിയും കിട്ടിയാൽ കേസെടുക്കട്ടെ. ഫിനിക്സ് ഗ്രൂപ്പിൽ നിന്നും 3,20,00,000 രൂപ വാങ്ങിയത് ഉപയോഗിച്ചുകൊണ്ട് ഈ സ്വർണം ഉപയോഗിച്ചാണ് കൊടിമരം പണിതിട്ടുള്ളത്. കൊടിമരം പണിയാനായിട്ട് ഒരു തരി സ്വർണം ഒരു വ്യക്തിയും നൽകിയിട്ടില്ല. നടത്തട്ടെ സ്വാഗതം ചെയ്യുന്നു. ഞാനത് ഹൈക്കോടതിയല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എങ്ങനെ ഹൈക്കോടതി രാഷ്ട്രീയമില്ല.